എടാ കൈസേ, നാണവും മാനവും ഇല്ലേ കൈസേ തനിക്ക്? ഒരു കാര്യം പറയുകയാണ് പൊന്നാര പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ കൈസിൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇങ്ങേരുടെ പണി കുടുംബം കലക്കലാണ്. അതായത് ഇഷ്ടം പോലെ കുടുംബം ഇങ്ങേര് കലക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു കുടുംബം കലക്കിയതിനെ ചൊല്ലി ആ കുടുംബക്കാർ ഇവന് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. നിന്റെ ജോലി ഞങ്ങൾ തെറിപ്പിക്കും, നിനക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് കൈസിനോട് പറയുകയാണ്. അതിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. ഒരു കാര്യം പറയുകയാണ്, അങ്ങനെ വിളിച്ചതിന് ശേഷം നിന്റെ പണി ഞങ്ങൾ തെറിപ്പിക്കും, ഞങ്ങളുടെ വീഡിയോ നീ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് കൈസിനോട് പറയുമ്പോൾ കൈസ് പറയുകയാണ്, മാപ്പ് മാപ്പ്, ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് ഓടിയവനാണ് ഈ കൈസ്. പൊന്നാര കൈസെ, ഒരു കാര്യം പറയുകയാണ്, കുടുംബം കലക്കുന്നത് ഇതോട് നീ നിർത്തണം. ഓക്കെ എടാ കൈസ, എത്ര കുടുംബമാണ് നീ കലക്കിയത്? ഒന്ന് നിർത്ത് പൊന്നാര ചങ്ങായി. എന്താണ് നീ വിചാരിച്ചത്? കുടുംബമാണ് കൈസേ, നീയും കല്യാണം കഴിഞ്ഞവനല്ലേ, നിനക്കും കുടുംബമില്ലേ കൈസേ? ഇങ്ങനെ കുടുംബം കലക്കുമ്പോൾ ഇത്തിരിയെങ്കിലും ചിന്തിക്കണ്ടേ കൈസേ? അപ്പോൾ ഞാനൊരു വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം, അതിനുശേഷം കൈസ് മാപ്പ് ചോദിക്കുന്ന വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാനിത് പറയുമ്പോൾ കുറേ കമന്റ് ബോക്സിൽ ഒന്നും പറയും, മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി മറ്റുള്ളവരുടെ കുടുംബം വിറ്റല്ലടാ നീ ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ആരുടെ കുടുംബം വിറ്റ് ജീവിച്ചിട്ടില്ല. എന്താടാ കൈസേ നീ പറഞ്ഞത്? ഒരു കുടുംബവും നീ കലക്കിയിട്ടില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? പൊന്നാര മക്കളെ, ഇനി ഞാൻ വെക്കുന്ന വോയിസ് ക്ലിപ്പ് നിങ്ങൾ ക്ലിയർ ആയി കേൾക്കണം. അതായത് നമ്മുടെ സിബിൻ ഉണ്ടല്ലോ, ഈ സിബിനിന്റെ കുടുംബം കലക്കിയത് കൈസാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സിബിൻ കൈസിനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ കൈസ് അങ്ങോട്ട് കോൾ വിളിച്ച് മാപ്പ് സിബിൻ അണ്ണാ മാപ്പ് എന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പാണ്, നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഞാൻ ആരും ബ്ലോക്ക് ചെയ്തില്ല, ഞാൻ ഒന്നേ എടുക്കാതിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പോ നമ്പർ ബിസിന്നാ പറയുന്നത്, അപ്പൊ ബ്ലോക്ക് ചെയ്തെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല കേസ്. ഞാൻ നീ ആദ്യം എന്റെ കുടുംബ വിഷയം എടുത്ത് നീ യൂട്യൂബിൽ ചർച്ച ചെയ്തപ്പോഴേ ഞാൻ നിന്നെ മാന്യമായിട്ട് പറഞ്ഞു അത് ചെയ്യരുത്. കാര്യം അത് കോടതി കിടക്കുന്ന കേസാണ്, അത് ചെയ്യരുത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ കുടുംബകാര്യങ്ങൾ നീ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നീ നിന്റെ നിലപാടുകൾ പറയുന്നതിന് കുഴപ്പമില്ല. നീ എന്നെ എന്തൊക്കെയാണ് വിളിച്ചത് അതില്? നീ ഇപ്പൊ ഇന്നലെ ചെയ്ത വീഡിയോയിൽ എന്താ വിളിച്ചത്? കഴിഞ്ഞ പൂജയുടെ ഇതിൽ നീ എന്താ വിളിച്ച? മണ്ടൻ, പൊട്ടൻ, എന്താണ്? നിനക്ക് നേർക്ക് നേരെ എന്റെ അടുത്ത് സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാൻ വിളിക്കുമ്പോൾ എടുക്കണം. ഞാനത് കമന്റ് ഇട്ട് അതായത് നീ ഉപദേശിക്കാൻ വളർന്ന എന്നെ. നീ ഇപ്പൊ ഈ ഇന്നലത്തെ കമന്റിൽ നീ അപ്സരയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവും. നീ ഇങ്ങനെ ഇരുന്ന് ഓരോ അനാവശ്യം പറഞ്ഞു. ആൽബീനെ പറഞ്ഞതൊന്നും അല്ല അവളുടെ വിഷയം. ആൽബിയൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പ്രസ് കോൺഫറൻസ് കൊടുത്ത അന്ന് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ അടുത്ത് അപ്പോളജീസ് ആളാണ്. ഇതൊന്നും എനിക്ക് മറ്റേ പുറത്തു വന്ന് പറഞ്ഞു വലിയ നീയൊക്കെ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരുമാതിരി ഊച്ചാളയാക്കിയിട്ടുള്ള പരിപാടിയൊന്നും കേട്ടിട്ട് മിണ്ടായിരിക്കും നീ വിചാരിക്കണ്ട. അതല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഓക്കെ നീ എന്നെക്കുറിച്ച് പറഞ്ഞു പബ്ലിക്കായിട്ട്, ഞാൻ ഇട്ട കമന്റ് നീ എന്തിനു ഡിലീറ്റ് ചെയ്തേ? അതിൽ ഞാൻ നിന്നെ തെറി വിളിച്ചിട്ടില്ലല്ലോ. അത് നോർമലി മലയാളത്തിലെ ചെറിയ അത് ട്രാൻസ്ലേഷൻ പോകും. അങ്ങനെ ഞാൻ വേണമെങ്കിൽ ഞാൻ ഇതാക്കി തരാം. അതിൽ ഇതില് ഹൈൽഡ് ഫോർ റിവ്യൂ കിടക്കാൻ സാധനം ഒന്നുമല്ല, അത് അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് വേറെ ആൾക്കാരെടുത്ത് വായിച്ചു നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് പോയി. അപ്പൊ നീ എന്റെ അടുത്ത് ആ കഥ നീ പറയണ്ട, മനസ്സിലായാ? ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഹൈൽഡ് ഫോർ റിവ്യൂ എടുക്കുന്നത് എനിക്ക് യൂട്യൂബിനെ അറിയാന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അപ്പൊ കേസ് ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഞാൻ നിന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോലീസിനെ വിടും. ഇത് കേസ് വലിയ കേസൊന്നും ആക്കാൻ എനിക്ക് പറ്റൂല. പക്ഷെ എന്നാലും അവിടെ ഞാൻ ഒരു 3 പ്രാവശ്യം ഞാൻ പോലീസിനെ കയറ്റി ഇറക്കും. നിനക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നീ ആ വീഡിയോ മുതൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. എന്നെ വെച്ച് നീ ഉണ്ടാക്കിയ കണ്ടന്റ് നീ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. എന്നാൽ ഞാൻ ഈ കേസ് ഇവിടെ വിടാം. ഇല്ലെങ്കിൽ കേസ് ഞാൻ ഇത് പോലീസ് നിയമപരമായിട്ട് ഞാൻ നേരിടും. ഒന്ന് എനിക്ക് എങ്ങനെയൊക്കെ ഡിഫമേഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ ഡിഫമേഷൻ കൊടുക്കും. പിന്നെ ഞാൻ പോലീസ് നിയമപരമായിട്ട് ഞാൻ നിന്നെ ഡീൽ ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നിന്റെ അഡ്രസ്സും എൻ്റെ കയ്യിലുണ്ട്, നിന്റെ വീട്ടഡ്രസ്സ് ആയത് എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഞാൻ പോലീസിനെ കയറ്റും, മനസ്സിലായി? അപ്പം ഇത് സോൾവ് ഇപ്പൊ കേസ് വിളിച്ചില്ല, അതുപോലെ സോൾവ് വേണമെങ്കിൽ കേസ് ആ 3 വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് കേസ്. എന്നിട്ട് ആക്ച്വലി ടെക്നിക്കലി നിന്നെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിക്കേണ്ടതാണ്. പക്ഷെ വേണ്ട, അത് നീ ചെയ്യണ്ട. ഞാൻ 3 വീഡിയോ അങ്ങ് കളഞ്ഞേക്ക്. അത് കളയുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടിയിൽ നിന്ന് പിന്മാറും. പിന്നെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. നീ നാട്ടുകാരെ കുറിച്ചൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോഴേ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം. ധൈര്യം ഉണ്ടോ? അപ്പൊ പിന്നെ വീഡിയോ അവിടെ കിടന്നോട്ടറാ. നീ ഇപ്പൊ എന്നെ എന്തിനു വിളിച്ച? പിന്നെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്തുടാ കൈസി ഇടക്കിടക്ക് ആണുങ്ങളെ പോലെ സംസാരിക്കളിയാ ഇവന്റെ ഒരു. അതായത് കുടുംബം കലക്കിയതിന് ശേഷം കുടുംബക്കാർ വിളിക്കുമ്പോ
എത്ര കുടുംബമാണ് പൊന്നാര മക്കളെ ഇവൻ കലക്കിയത്. അതിനുശേഷം ഇവൻ പറയുകയാണ് ഒരു കുടുംബവും ഞാൻ കലക്കിയിട്ടില്ല എന്ന്. എന്നെ വിളിച്ചാൽ നിന്റെ ധൈര്യം ഉണ്ടെങ്കിൽ അതെന്താ പറയാ, എന്റെ സ്ഥാപനത്തിലേക്ക് വിളിക്കുമ്പോ പിന്നെ അതിന്റെ ജോലിനെ ബാധിക്കല്ലോ. ഒരു സംശയമില്ല, നീ ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ കരിയറിനെ ബാധിക്കില്ലടാ അത്. ഞാൻ അതിൽ ഇവിടെ മോശമായിട്ട് പറഞ്ഞു, നീ എന്താ അവിടെ മാന്യമായിട്ട് സംസാരിച്ചു. നീ മാന്യമായിട്ട് നീ എന്നെ എന്താ പറഞ്ഞ എന്താണ് പറയുന്നത്? അപ്സരയുടായിട്ട് മാപ്പ് പറഞ്ഞ പ്രശ്നം തീർന്നടാ. ഞാൻ അപ്സരയും തമ്മിൽ ഒരു പ്രശ്നമില്ല, നിനക്കെന്ത് പ്രശ്നം? ഞാൻ പബ്ലിക്കായി വന്നൊരു സാധനം എന്റെ പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞു. നിന്റെ പബ്ലിക് ഒപ്പീനിയൻ അല്ല നീ പറയുന്നത്, നീ പബ്ലിക്കലി അങ്ങ് സ്ഥാപിക്കുക. ഞാൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഈ പെണ്ണ് അങ്ങനെയാണ്. നീ ഒരു പെണ്ണിന്റെ മുഖം പോലും ബ്ലർ ചെയ്താൽ നീ പുറത്ത് വിട്ടില്ലായിരുന്നോ ഒരു നിവിൻ പോളിയുടെ കേസിൽ? നിനക്ക് പണി അച്ചടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്, ബാക്ക് ടു ബാക്ക് വരും. നീ മാലപ്പടക്കം പോലെ പൊട്ടും, നീ റെഡി ആയിട്ടിരുന്നോ? എൻ്റെ കേസിൽ നിന്ന് ഞാൻ നിനക്ക് മാത്രമേ നീ 3 വീഡിയോ, അതായത് എൻ്റെ ഫാമിലീനെ വെച്ച് നീ ചെയ്ത വീഡിയോ, പൂജയുടെ കേസ് പറഞ്ഞുള്ള വീഡിയോ, ഇപ്പം നീ ഇട്ട അപ്സരയുടെ വീഡിയോ, ഈ 3 വീഡിയോ നീ ഡിലീറ്റ് ചെയ്യണം. എങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. ഇല്ലെങ്കിൽ നീ എന്നെ ഓൺലൈനിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഓഫ്ലൈനിൽ ഉപദ്രവിക്കും. നിന്റെ സ്ഥാപനത്തിൽ ഇനി ഞാൻ മാത്രമല്ല പലരും വിളിക്കും. ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് നീ ചെയ്ത വീഡിയോ ഇല്ല, അവരെത്ര വലിയ ആൾക്കാരാണെന്ന് നിനക്കറിയാവോ? പൊന്നാര കൈസേ, ഒരു പണി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നീ പോകുന്ന വഴിക്ക് ഒരു കയറ് കൊണ്ടുപോകൂ, അതിനുശേഷം വീട്ടിലെ ഫാൻ ഉണ്ടല്ലോ ആ ഫാനിലേക്ക് തൂങ്ങി ചാവൂ. അത് മാത്രമാണ് ഇതിനൊരു വഴി. പൊന്നാര കൈസേ, കുടുംബം കലക്കുമ്പോൾ ആദ്യം ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ വരും. അതായത് കുടുംബക്കാർ, ഞാൻ കലക്കിയ കുടുംബക്കാർ എന്നോട് ചോദിക്കും, അപ്പോൾ എനിക്ക് പറയാനുള്ള കൃത്യമായ മറുപടി ഉണ്ടാവണം കൈസേ. അല്ലാതെ കുടുംബം കലക്കിയതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്ത് കാര്യമാണ് പൊന്നാര കൈസേ ഉള്ളത്? പൊന്നാര മക്കളെ, നിരവധി ഈ ചങ്ങായി ഒരു 1200 വീഡിയോ ചെയ്തിട്ടുണ്ട്. മിനിമം 500 കുടുംബമെങ്കിലും ഈ 1200 വീഡിയോസിൽ ഇവൻ കലക്കിയിട്ടുണ്ട്. ഓക്കെ പൊന്നാര കൈസേ, എന്താണ് കൈസേ നീ കാണിച്ചു കൂട്ടുന്നത്? നീ തന്നെ ചിന്തിക്കണം കൈസേ. കുടുംബം കലക്കുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കണം പൊന്നാര കൈസേ. ഇനിയെങ്കിലും പൊന്നാര കൈസേ നീ കുടുംബം കലക്കണ്ട. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്, സിബിൻ വെറുതെ പറയുകയാണ് അവരും കൂടി ഞാൻ കൂട്ടുന്നൊക്കെ. ഈ പൊട്ടൻ അത് വിശ്വസിക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ് പൊന്നാര കൈസേ, നിനക്ക് നേടുമെന്ന്. അതായത് കുടുംബം കലക്കുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം, ഈ കുടുംബക്കാർ ഇത് ചോദിക്കാൻ വരും. അപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പ്രേക്ഷകരെ മണ്ടന്മാരാകാൻ പറ്റൂല പൊന്നാര കൈസേ. ആണത്തത്തിൽ ചങ്കൂറ്റത്തിൽ നിൽക്കണം കൈസേ, അന്നെങ്കിലേ നീ കുടുംബം കലക്കാൻ പോകണം കൈസേ. പൊന്നാര കൈസേ, ഇനി ഒരു കുടുംബം നീ കലക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. ഓക്കെ, അതൊരു 1.5 ഇറക്കമായിരിക്കും കൈസേ. അപ്പോൾ പൊന്നാര പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ്, ഇവൻ കുടുംബം കലക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കാതിരിക്കുക, ലൈക്ക് അടിക്കാതിരിക്കുക, ഇവനെതിരെ കമന്റ് ഇടാതിരിക്കുക. എത്ര കുടുംബമാണ് ഇവൻ കാരണം തകർന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.